ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മാങ്കുളം സ്പൈസസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ആയി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് പല പല കാരണങ്ങൾ കൊണ്ടാട്ടോ. ഇപ്പോൾ ജാതി മുട്ടിടുകയും പൂവിടുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. അതുപോലെ തന്നെ പുതിയ ശേഖരങ്ങൾ ധാരാളം വരുന്ന സമയമാണ്. നമ്മളുടെ ജാതിയിലാണെങ്കിൽ ഇപ്പോൾ അധികം കായകളൊന്നും കാണാനില്ല. അവിടെ ഇവിടേക്ക് ഓരോന്ന് അങ്ങനെ വളരെ റയറായിട്ടുള്ള കായ്കളേ ഉള്ളൂ. ഇനിയിപ്പോൾ തളർത്ത് പൂവിടുന്ന അതുപോലെ തന്നെ പുതിയ തളർപ്പ് വരുന്ന സമയമാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ മരത്തിന് ചെയ്യേണ്ട ചില കെയറിങ് എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടോ, പുതിയ ശേഖരങ്ങൾ പൊട്ടി വരുന്നുണ്ടോ. പൊട്ടിയിട്ട് ഞാൻ സൈഡിലേക്ക് വളർന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ പഴയ ശേഖരങ്ങളിലുള്ള കമ്പുകൾ ഇതുണ്ട്, ഇതുപോലെ ഉണങ്ങിപ്പോകും. അത് ചിലപ്പോൾ 1-2 വർഷത്തേക്കൊക്കെ ഒരു കമ്പ് നിൽക്കുകയുള്ളൂ. അത് കഴിയുമ്പോൾ ആ കമ്പ് ഉണങ്ങിപ്പോയി കഴിയുമ്പോൾ അവിടെ പുതിയതായിട്ട് കമ്പുകൾ മുളച്ച് വരും. കണ്ടോ, അങ്ങനെ മുളച്ച് വരുന്ന കമ്പുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഈ കമ്പുകൾ കണ്ടോ, ഇതിപ്പോൾ സൈഡിലേക്കാണ് വളരുന്നത്, മീൻസ് ശേഖരം പോലെ തന്നെയാണ് വളരുന്നത്. അങ്ങനെ വളരുന്ന കമ്പുകൾ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അത് നോർമലായിട്ട് വളർന്നു പൊക്കോളും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന കമ്പുകളിൽ ചിലത് ഇതുപോലെ ഇതല്ലോ, ഇത് ഈ സൈഡിൽ കാണിക്കണേ. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. കണ്ടോ, ഇത് നേരെ മുകളിലേക്കാണ് പോകുന്നത്. അതായത് നമ്മളുടെ തടിക്ക് അഭിമുഖമായിട്ട് വേറൊരു മരം പോലെയാണ് ഇത് കയറി പോകുന്നത്. ഇതിനെ നമുക്ക് ബഡ് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് എടുക്കാൻ കൊള്ളാം. ഇതുണ്ടോ, പുതിയൊരു ശേഖരം വന്നു, പക്ഷേ അത് സൈഡിലേക്കാണ് വളരുന്നത്. അത് കുഴപ്പമില്ല. പക്ഷേ ഇതിങ്ങനെ മുകളിലേക്ക് വളരുന്നതിന് നമ്മളിങ്ങനെ വളരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അത് ഭാവിയിൽ മരത്തിന് ദൂഷ്യമായിട്ട് വരും. നേരെ തിരിച്ച് ഇതിനെ ബഡായിട്ട് എടുക്കുന്നവർക്ക് ഇതിനെ ഈസിയായിട്ട് ബഡായിട്ട് എടുക്കുകയും ചെയ്യാം കേട്ടോ. മദർ പ്ലാന്റിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയൊരു ബഡായിട്ട് ഇതിനെ ഉപയോഗിക്കാം. പക്ഷേ ഇതിപ്പോൾ നമുക്കിത് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളിതിനെ അങ്ങ് അടർത്തി കളയുന്നത്. സ്വാഭാവികമായിട്ട് ഇനി അടുത്ത ഒരു ശേഖരം ഇവിടെ വരുമ്പോൾ അത് സൈഡിലേക്ക് വളരുന്നതായിരിക്കും. അത് മരത്തിന് ദൂഷ്യമൊന്നും ചെയ്യുകയില്ല. ഇങ്ങനെ ഉണ്ടാകുന്ന കമ്പുകൾ നമ്മൾ അടർത്തി കളയുന്നതാണ് എപ്പോഴും മരത്തിന് ഗുണം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു, ബൈ ബൈ.